സിറാലിയോങ്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ജൊലോഫ് റൈസ് ആണ് ഈ ചേച്ചി ഉണ്ടാക്കാൻ പോകുന്നത്. ചേച്ചി മാർക്കറ്റിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് സാധാരണ രീതി ചേച്ചിയുടെ വീട്ടിൽ എങ്ങനെയാണോ ചേച്ചി ഡെയിലി കുക്ക് ചെയ്യുന്നത് അതേ രീതിയിലാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇവിടുത്തെ ശരാശരി ഒരു സാധാരണക്കാരിയുടെ ജീവിത രീതിയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അങ്ങനെ ചേച്ചി ലോക്കൽ മാർക്കറ്റിലെത്തി കുറച്ച് പച്ചമുളക് വാങ്ങി. ഇത് ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു തരം പച്ചമുളകാണ്. കാണാൻ ഇത്തിരി കുഞ്ഞനാണെങ്കിലും ഇതിനൊരു പ്രത്യേക വാസനയും നല്ല എരിവുമാണ്. ഇവിടെ പിന്നെ കിലോ കണക്കൊന്നുമില്ല. ഈ കപ്പാണ് കണക്ക്. ഒരു കപ്പിന് 10 ലിയോൺ. അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 35 രൂപയോളം വരും. അങ്ങനെ മുളകൊക്കെ വാങ്ങി ഇനി ഫോൾ ഫൂട്ട് വാങ്ങാനായിട്ട്. ഫോൾ ഫൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കന്റെ പാദമാണ്. ഒരു 20 ലിയോൺ കൊടുത്തപ്പം ഇതുപോലൊരു 6 ഫോൾ ഫൂട്ട് ഒരു പ്ലാസ്റ്റിക്കിലോട്ടിട്ട് കെട്ടി ഇങ്ങി ചേച്ചിക്ക് കൊടുത്തു. ഈ ഫോൾ ഫൂട്ട് ഇവിടെ ഉള്ളവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ഏത് മുക്കിലും മൂലയിലും നോക്കിയാലും ഇതിങ്ങനെ വെച്ചേക്കുന്ന കാണാം. ഇനി ചേച്ചിക്ക് വേണ്ടുന്നത് ചിക്കൻ ഗിസാഡ്. ഈ ചിക്കൻ ഗിസാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴിയുടെ വട്ട്, മാങ്ങാണ്ടി എന്നൊക്കെ പറയത്തില്ലേ, അതാണ് സംഭവം. അങ്ങനെ ചേച്ചി ഒരു 20 ലിയോണിന്റെ ചിക്കൻ ഗിസാഡും വാങ്ങി. ഇതേ കണ്ടോ, ആ ചേച്ചി ഒരു വലിയ ഫ്രോസൺ പാക്കറ്റ് എടുത്ത് പൊട്ടിച്ച് അതിൽ നിന്നും കുറച്ചെടുത്ത് 20 ലിയോണിന് കൊടുക്കുന്നത്. ഇവിടെ ഇങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ചില്ലറയായിട്ട് വാങ്ങാൻ സാധിക്കും. ഈവൻ 10 ലിയോണിന് വേണമെങ്കിലും ആ ചേച്ചി കൊടുക്കും. അങ്ങനെ ഇതെല്ലാം വാങ്ങി ചേച്ചി വീട്ടിലെ ഈ ജൊലോഫ് റൈസ് ഉണ്ടാക്കാൻ അധിക സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. കുറച്ച് പച്ചമുളക്, ഒരു 3-4 സവാളയും, പിന്നെ ഇവരുടെ ലോക്കൽ മസാലയായ മാഗി, പിന്നെ നേരത്തെ മേടിച്ച ഫോൾ ഫൂട്ടും ചിക്കൻ ഗിസാഡും. അങ്ങനെ ചേച്ചി തന്റെ കുക്കിംഗ് ആരംഭിച്ച് ആദ്യമായിട്ട് സവാള എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വട്ടത്തിൽ അങ്ങോട്ട് അരിഞ്ഞിടാൻ തുടങ്ങി. അങ്ങനെ സവാളയൊക്കെ അരിഞ്ഞ് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് അങ്ങനെ നമ്മുടെ കുഞ്ഞൻ പച്ചമുളകിന്റെ തണ്ട് എതിർത്ത് ഒരു ഉരലിലോട്ടിട്ട് ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാൻ പോവുകയാണ് ചേച്ചി. നമ്മുടെ നാട്ടിൽ മിക്കവാറുള്ള എല്ലാ വീടുകളിലും ഒരു മിക്സർ ഗ്രൈൻഡർ ഉണ്ടാവില്ലേ, അതുപോലെ ഇവിടെയുള്ള സാധാരണക്കാരുടെ വീടുകളിലെല്ലാം ഇതുപോലൊരു ചെറിയ ഉരലും ഒരു ഉലക്കയും ഉണ്ടാവും. അങ്ങനെ പച്ചമുളക് ഒരു വലുതായപ്പം നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടി ഇട്ട് നന്നായിട്ട് ഇടിച്ച് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച്. ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ധനം നിറയ്ക്കുന്ന ജോലിയാണ്. ചാർക്കോലാണ് ഇന്ധനം. ചാർക്കോൾ പോട്ടാണ് അടുപ്പ്. ഇവിടെ ഗ്യാസിനൊക്കെ ഭയങ്കര വിലയാണ്. സാധാരണക്കാരൊക്കെ ഇതുപോലുള്ള ചാർക്കോൾ പോട്ടുകളാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ചാർക്കോൾ പോട്ടിന്റെ മുകളിലോട്ട് ഒരു പാത്രമൊക്കെ വെച്ച് അതിലേക്ക് ചിക്കൻ ഗിസാഡും ഫോൾ ഫൂട്ടും മാഗി മസാല എല്ലാം കൂടെ ചേർത്തൊന്ന് പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ് ഇവിടെ. ഇപ്പൊ ഈ ചേർക്കുന്ന സാധനമാണ് ഇവരുടെ മാഗി ക്യൂബ്സ്. മാഗി മസാല എന്നാണ് ഇവർ പറയുന്നത്. ഇതൊരു ലോക്കൽ മസാലയാണ്. ഇവരുടെ ഒട്ടുമുക്കാലും കറികൾക്ക് പല ഫ്ലേവറുള്ള ഈ ഒരൊറ്റ മസാലയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഉപ്പും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഉപ്പ് സെപ്പറേറ്റ് ഇടണമെന്ന് ആവശ്യവും ഇല്ല. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് പുഴുങ്ങി കോരി മാറ്റി വെച്ച് Look where I want for touch you too bad, baby do ya bamba me, what they bamba me, bamba me, what they bamba me, I want feel body bamba me, what they bamba me. ഇനി നേരത്തെ ഇടിച്ചു വെച്ചിരുന്ന ആ സവാളയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് വഴട്ടിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് ചിക്കൻ പുഴുങ്ങിക്കോരി ആ വെള്ളത്തിൽ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് നേരത്തെ ഇടിച്ചു വെച്ചിരുന്ന ഉള്ളിയും മുളകും എല്ലാം കൂടെ അതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കും. അങ്ങനെ സവാള ഒന്ന് വഴണ്ടു വന്നപ്പോഴത്തേനും നേരത്തെ പുഴുങ്ങി വെച്ചിരുന്ന ചിക്കൻ കാലും മാങ്ങാണ്ടിയും എല്ലാം കൂടെ ഒന്നുകൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് വഴട്ടിയെടുത്ത്. അതൊന്ന് സെറ്റായി വന്നപ്പോഴത്തേനും നേരത്തെ കഴുകി വെച്ചിരുന്ന അരിയും കൂടി അതിനകത്തോട്ടിട്ട് നന്നായിട്ട് ആവി കയറ്റി വേവിച്ചെടുത്ത്. Everybody take your watch. You know some of this. Young guy in the house. It's a Parkins music. I wish. Money and fame. Music. അങ്ങനെ പകുതി വേവായപ്പോഴേക്കും അതിലേക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെള്ളം മുഴുവൻ വറ്റിച്ച് വേവിച്ചെടുത്ത്. ഇതാണ് നമ്മുടെ ആഫ്രിക്കക്കാരുടെ കിഡിലൻ ജൊലോഫ് റൈസ്.
your watch. You know, some of this, young guy in the hour.